ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗം. ഇന്നലെ 72 ശിഷ്യന്മാരെ ഈശോ അയക്കുന്നതിനെ കുറിച്ച് ലൂക്കാ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചുവെങ്കിൽ ഇന്ന് 12 അപ്പസ്തോലന്മാരെ ഈശോ അയക്കുന്നതാണ് തിരുവചനത്തിൻ്റെ പ്രമേയമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. കൃത്യമായിട്ട് ഈശോ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇസ്രായേൽ സമൂഹത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്ക് പോകണം. യാത്രയ്ക്ക് വടിയോ 2 ഉടുപ്പോ ഒന്നും നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ യാത്ര സുവിശേഷത്തിന് വേണ്ടി ആകുമ്പോൾ നിങ്ങളെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. 12 അപ്പസ്തോലന്മാരെ അയക്കുന്ന ഈ സംഭവത്തിൽ നാം തിരിച്ചറിയുന്ന വലിയ യാഥാർത്ഥ്യം കർത്താവിൻ്റെ ശുശ്രൂഷകരെ അവിടുന്ന് കാത്തുകൊള്ളും എന്ന വലിയ സന്ദേശമാണ്. 72 പേരെ അയച്ച സംഭവത്തിലും ഈശോ പറഞ്ഞു, വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണ്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ, മറ്റ് കാലികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ഏറെ തത്രപ്പെടേണ്ട. അതൊക്കെ ആരിലൂടെയൊക്കെയോ ദൈവം ക്രമീകരിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ജീവിതങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും. വൈദിക സന്യസ്ത ജീവിതങ്ങൾ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും. അതുകൊണ്ട് കരുതലുള്ള, കാത്തു നടത്തുന്ന, കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ താളമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. ഇന്നലെയും ഇന്നും നമ്മൾ ധ്യാനിക്കുന്ന വലിയ ഗൗരവമുള്ളൊരു വിഷയം, കർത്താവിൻ്റെ വചനം ഒരിക്കലും പാഴായി പോകില്ല എന്ന്. നമ്മൾ തമ്പുരാൻ്റെ വചനം ഒരു വ്യക്തിയോട് പറഞ്ഞിട്ട് അവനത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഈശോ പറഞ്ഞു, നിൻ്റെ കാലിലെ പൊടി അവനെതിരെ സാക്ഷ്യത്തിനായിട്ട് തട്ടിക്കളയുക. വിധി ദിവസത്തിൽ സൊദോം ഗൊമോറ ദേശങ്ങളുടെ, ടൈർ സീദോൻ ദേശങ്ങളുടെ ഗതി ഇവരുടേതിനേക്കാൾ സഹനീയമായിരിക്കും. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നാശകൂമ്പാരമാക്കിയ 4 നഗരങ്ങളാണ് ഇവ. ഈ നഗരങ്ങൾ കഷ്ടതയും ദുഃഖവും ദുരിതവും പേറി ജീവിക്കുമ്പോൾ അവരുടേതിനേക്കാളും അസഹനീയമായ ഒരു നിമിഷം കർത്താവിൻ്റെ വചനത്തെ തള്ളിപ്പറയുന്നവൻ്റെ ജീവിതത്തിലുണ്ടാകും എന്നാണ്. 2 കാര്യങ്ങളാണ് നമ്മളെ ഈ വചനം പഠിപ്പിക്കുക. ഒന്ന്, തമ്പുരാൻ്റെ വചനത്തോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കണം. അവൻ്റെ വചനം പ്രഘോഷിക്കുന്നവരായി നമ്മൾ മാറണം. അവൻ്റെ വചനം ശ്രവിക്കുന്നതിൽ തീഷ്ണമതികളായിട്ട് നമ്മൾ മാറണം. നമ്മളാണ് അവൻ്റെ വചനത്തെ തിരസ്കരിക്കുന്നത് എങ്കിൽ, നമ്മളാണ് ആ വചനത്തിൽ നിന്ന് ഓടിയകലാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, വചനം പ്രഘോഷിക്കുന്നവരെ നമ്മിൽ നിന്ന് ദൂരെ അകറ്റാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈശോ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അവരുടെ വിധി എന്ന് വെച്ചാൽ ആര് തള്ളിപ്പറയുന്നു, ആര് എതിർക്കുന്നു, ആര് ഉപേക്ഷ വിചാരിക്കുന്നു, അവരുടെ വിധി ടൈർ സീദോൻ ദേശങ്ങളെക്കാളും സൊദോം ഗൊമോറ പട്ടണങ്ങളെക്കാളും അസഹനീയമായിരിക്കും, ദുരിതപൂർണമായിരിക്കും. അതുകൊണ്ട് തമ്പുരാൻ്റെ വചനത്തെ അവഗണിക്കാമെന്ന് നമ്മളാരും കരുതരുത്. തമ്പുരാൻ്റെ വചനത്തിൽ നിന്ന് ഓടിയാകലാമെന്ന് നമ്മളാരും കരുതരുത്. രക്ഷാകരമാണ് അവൻ്റെ വചനം, ജീവദായകമാണ് അവൻ്റെ വചനം. ആ വചനത്തെ മുറുകെ പിടിച്ച് തമ്പുരാൻ്റെ സ്വന്തമായി തീരാൻ എന്നും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. വചന പ്രഘോഷകരാകുവാനും വചന ആസ്വാദകരാകുവാനും ഒരേ സമയത്ത് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന തിരിച്ചറിവോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.